പാച്ചൂസ് ബ്ലോഗിലേക്ക് ഏതൊരു സ്വാഗതം. അത്തുടുന്ന കാഴ്ചയാണ് കാണിക്കുന്നത്. എല്ലാ പൂവും നമ്മൾ 1 2 3 4 5 തരത്തിൽ 5 തരം പൂവുണ്ടിൽ അത് നമുക്ക് എല്ലാം ഓണത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ അമ്മ ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഇന്നാല് എല്ലാം നോക്കിയിട്ട് എടുത്തിട്ടെല്ലാം കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലെടുക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു ഇതിൻ്റെ പേര് വാടാർ മല്ലിക. വാടാർ മല്ലിക നമ്മൾ ഇടുന്നത്. ഫസ്റ്റ് ഇത്ര പൂക്കളാണ് നമ്മളിപ്പം ഇവിടെ പറിച്ചു വെച്ചിട്ടില്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ സ്കൂബി ചേട്ടനാണ് ഇവിടെ ഇരിക്കുന്നത്. സ്കൂബി ചേട്ടാ ഒന്ന് എല്ലാവർക്കും ഹായ് പറഞ്ഞേ. സ്കൂബിക്ക് ഇപ്പോൾ ഉറങ്ങണം, അതേ ഇല്ലും. അപ്പം നമ്മൾ അണ്ണനയുടെ സുഖമായിട്ട് ഉറങ്ങണം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ സ്കൂബി. ഇത് ഇവിടെ നല്ല ഉറക്കാണ് കേട്ടോ. നമ്മളെ ചെക്കനിടെ ഉറങ്ങാണ് കേട്ടോ. നല്ല ഉറക്കമുണ്ട്, നല്ല ഇതാണ് കേട്ടോ. എന്താ അപ്പോൾ ഗൈസ് നമ്മുടെ ചെക്കൻ നമ്മളെ നോക്കിയിട്ട് കുരക്കാൻ തന്നെയാണ്. ഇതാണ് നമ്മൾ സ്കൂപ്പിച്ചോട്ടെ. അപ്പം നമുക്ക് അത്തത്തിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മളൊരു ഇടവിളക്ക് വരണം. എന്താ വെച്ചാൽ പൂവിൻ്റെ ഏതെല്ലാം ഉളിഞ്ഞിട്ട് എല്ലാം ആക്കിയിട്ട് അമ്മ ഒന്നും കൂടെ വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഗൈസ് ഇങ്ങനത്തെ പൂ നിങ്ങളുടെ സ്ഥലത്തുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഇതാണ് കേട്ടോ പൂ. അപ്പം നമ്മൾ ചെക്കി ഒലിഞ്ഞിട്ടുണ്ട്. ഇതാട്ടോ മറ്റേ പൂവാണ് വാടാർ മല്ലിക. ഇത് നമ്മളെ സ്വന്തം ജമന്തിയാണ് കേട്ടോ. ഇത് റോസാപ്പൂവാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന 2 3 ഇല്ല കേട്ടോ. ഈ ചെമ്പരത്തി അധികം ഇല്ല, സൈലെല്ലാം പറ്റി. അപ്പോൾ ഗൈസ് ഇതാ ഇത്ര പൂ ആക്കിയിട്ടുണ്ട്. ബാക്കിന് അത്തോടുന്നതിന് മുമ്പ് ഇതാ ഇത്ര പൂവായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ഇത്ര പൂവായിട്ടുണ്ട് ഗൈസ്. ഇതിന്റെ ഉലിഞ്ഞ കോലാണ് കഴിച്ചതല്ലോ. ആണ് ഇതെല്ലാം ഇപ്പോൾ ഉലിഞ്ഞതാണ്. സ്കൂബി കുട്ടൻ ഇവിടെ ആകാംക്ഷയോടെ നോക്കാൻ നിൽക്കാണ് കേട്ടോ. നമ്മളിവിടെ സഹായിക്കാൻ വന്ന് നമ്മൾ ഓടിച്ചു വിട്ടതാണ് അല്ലേ. പൂവിന്റെ വേസ്റ്റ് ഉണ്ടായിന്, അപ്പൊ അതിലടിക്കുകയാണ് പാച്ചു പാവൻ. അപ്പൊ ഗൈസ് എന്തൊരു വ്യൂ ആണല്ലേ. അപ്പൊ പാച്ചുവാണ് നമുക്ക് പൂട്ടിരുന്നത്. നമുക്ക് പാച്ചുവിനെ വിളിക്കാം. പാച്ചേ പൂടാലോ നമുക്ക്. അപ്പൊ നമുക്ക് പാച്ചുവിനെ വിളിച്ചിട്ടുണ്ട്. അവൻ വരും, നമുക്ക് പൂടും. അപ്പൊ ഗൈസ് ഫസ്റ്റ് തന്നെ നമ്മ നല്ല കുനുകുനായിരിഞ്ഞ വാടാർ മല്ലിയാണ്. നമുക്കിനി ഇടേണ്ട പരിപാടി നോക്കാം. അപ്പൊ ഗൈസ് സന്ധ്യക്ക ഇടുന്നു കേട്ടാ. നമ്മ രാവിലെ ഒന്നും ഇടില്ല, നമ്മ സന്ധ്യക്കേ ഇട്ടച്ചിൽ പിന്നെ പണിയില്ലാന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ എല്ലാം ഇടലാണ്. ഇപ്പോൾ ഇട്ടാൽ പിന്നെ അധികം പ്രശ്നമില്ല. സന്ധ്യക്കാണ് ഇപ്പം ഇവിടുന്നത്. ഇപ്പോൾ ഗൈസ് ഒരു ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതാണ് വേണ്ടത്. ഇത് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വിതറി കൊടുക്കാം. ഇതധികം പോകുന്നില്ല, ഇതങ്ങനെ കിട്ടിയിട്ടാടാ. ഇതെൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചതാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. നാളെ വേറെ അത്തപ്പൂവിൻ്റെ വീഡിയോ ഇടും കേട്ടോ അമ്മ. അത് രാവിലെ എണീച്ചിട്ട് ഓണത്തിന് നല്ലോണം വീഡിയോ ഇടും കേട്ടോ അമ്മ. അതാണ് നമ്മളൊരു അത് ഓണത്തിന് ഇല്ല കേട്ടോ. അങ്ങനെ നല്ല വീഡിയോയിൽ ഇട്ട് കൊടുക്കുക നമുക്ക് ഇഷ്ടമാണ് കേട്ടോ. വീഡിയോയിലെടുത്താൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ സാധനം ഇല്ലേ, ഈ സാധനം നമുക്ക് നടുവിൽ വെക്കാൻ കഴിയുന്നുണ്ടായിട്ട്. ഇതമ്മ നടുവിൽ വെക്കാനാണ് എടുത്തത്. അപ്പോൾ പൂക്കളം ചെറുതായതുകൊണ്ട് അതിന് നടുവിൽ ഇതാവുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പകരം വേറെ എന്തെങ്കിലും നല്ലൊരു ചെമ്പരത്തിയായിട്ട് എടുത്തിട്ട് അമ്മ നടുവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇങ്ങനെ വെക്കാനാണ് കേട്ടോ എൻ്റെ തീരുമാനം. ഇതുപോലെയാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത പൂ നമ്മൾ സ്വന്തം റോസാപ്പൂവാണ്. ചെറിയ അത്താണ് കേട്ടോ ഇടുന്നത്. ചെറിയ അത്ത ഇടുന്നത്. പിന്നെ നമുക്ക് ഈ പൂ ഇങ്ങനെ എല്ലാം ഈ ഗ്യാപ്പാണെന്ന് ഈ സ്ഥലത്ത് നമുക്ക് ഇട്ടെടുക്കാം. ഇത് അത്രയൊന്നും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെറുങ്ങാനിടുന്നത്. നമ്മൾ ഇടം കൂടെ ഇട്ട് കൊടുത്താൽ ആയിട്ടാ ഈ പൂ. അപ്പം അങ്ങനെ തീരലായി. പാച്ചിത വീഡിയോ അതിൽ നമുക്ക് പൂക്കളം ഇത്ര ആക്കി വെച്ചു. നല്ല മനോഹരമായിട്ടില്ലേ, നല്ല പാങ്ങുണ്ട്. ഇനി കിട്ടിയാൽ നല്ലോണം പാങ്ങുണ്ടാവും കേട്ടോ. അടുത്ത നമ്മളെ കോളാമ്പി ആടുന്നല്ലേ അച്ഛമ്മ.
കോളാമ്പി പൂവ് പാച്ചിത ഉലിയുന്നു. കോളാമ്പി നേരത്തെ ഉലിഞ്ഞാൽ നേരത്തെ മോശമാവുന്ന പറയല്. എനിക്ക് നമ്മ ഇപ്പോൾ ഉലിയുന്നതാണ്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ നടുവിലായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് നോക്കാം. നമ്മളെ നാടൻ പൂക്കളം ഇങ്ങനെയാണ് ഇടയില്ല. എല്ലാ ദിവസവും അത്ര പൂവൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഊഹം. നമ്മ തലേദിവസേ പോവും പൂ പറിക്കാൻ. നമ്മ ഓണപ്പൂവേ എന്ന പാട്ടെല്ലാം പാടിച്ചാൽ പോലെ ഒരു ചിരിയലുണ്ട് എല്ലാ വീട്ടുകാരും. അപ്പം പാച്ചുകൊണ്ട് നമ്മൾ സ്കൂബി അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കണ്ടാ. അവിടെ കൊതുകിരി കത്തിക്കാൻ കൊടുത്തിന്. അപ്പം നമ്മ പാച്ച് വേറെ പൂ കൊടുത്തിട്ടുണ്ട്. ആ പൂ നമുക്ക് ഇടാം. ഈ പൂ നമ്മ ഇതേപോലെയാണ് വെക്കുന്നത്. ആ പൂവിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ചെമ്പരത്തി ആണല്ലേ. നമ്മ നടുവിൽ പോയിട്ട് വെച്ചതാണ്. ഇനി നമുക്ക് ഈ കോളാമ്പിനെ മുമ്പിലേക്ക് എല്ലാം ആയിട്ട് എല്ലാം ഈ ചെമ്പരത്തി വെച്ച് കൊടുക്കാം. ചെമ്പരത്തി ഇനിയും ഉണ്ട് കേട്ടോ, 2-3 അപ്പം ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. അപ്പം ഇനി നമ്മ പൂവ് അധികം അങ്ങനെ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മ ഇലയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇത് നടുവിലായിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഏതെല്ലാം ഉണ്ടായിക്കൂടാ, നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതെല്ലാം ഉണ്ടാവാത്തത് കുറേ ഉണ്ട്. കണ്ട ഇത്ര ആയിട്ടുണ്ട്. ഇത്ര ഇപ്പം പാച്ച് കിട്ടും. നല്ല മനോഹരമായിട്ടില്ലേ, നല്ല വേണ്ടല്ലേ. ഇനിയും കുറേ ചെക്കിയെല്ലാം ഇടാനുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഇനി അപ്പോൾ കുറച്ച് പൂവ് ഇവിടെ ഉണ്ട്, നമ്മൾ അത് പറിക്കാൻ പോവാം. അതാ പറിക്കുന്നത് വീടാണ് കേട്ടോ. നമ്മ ഇപ്പോട്ട് പറിച്ചത് അത്തത്തിനിടയില്ല, എനിക്ക് പറിക്കുന്ന സ്ഥലമാണിത്. നമ്മ ഇവിടെ തന്നെയാണ് കേട്ടോ അധികം പൂവെല്ലാം. ഇത് പൂവിൻ്റെ തൈ തന്നെ, അതിൻ്റെ ഇല പറിച്ചിട്ടാ നല്ലതോലും. എനിക്കാണ് നമ്മ ഇത് പറിക്കുന്നത്. ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ നല്ല ഇടയിലെന്നാണ് പറയുന്നത്. കളർ നല്ല മഞ്ഞ കളർ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ, നല്ല രസമുണ്ട് പറയുന്നത് എല്ലാവരും. നമ്മുടെ സ്കൂബിയുടെ താച്ചി അല്ലടാ, സ്കൂബി താച്ചിയാണ്ട പാച്ച് പറിക്കുന്നുണ്ടായിരുന്നു. അപ്പം